ബിഗ് ബോസ് സീസൺ 6ന്റെ പുതിയൊരു അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇതാ നമ്മുടെ യൂട്യൂബിലൊക്കെ ജാസ്മിൻ പുറത്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ ആഴ്ചത്തെ ജയിൽ നോമിനേഷനിൽ നമ്മുടെ ജാസ്മിനും ജിൻഡോയുമാണ്. അവർ ജയിലിനകത്തും മുട്ടൻ വഴക്കായിരുന്നു. അപ്പോൾ വഴക്കിനിടയിൽ ഉറങ്ങുന്ന സമയത്ത് നീ അവിടെ കിടന്നോ ഇവിടെ കിടന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കമുണ്ടായിരുന്നു. അതിനിടയ്ക്ക് നമ്മുടെ ജാസ്മിൻ ജിൻഡോയെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തല്ലുന്ന ഒരു രംഗമാണ് ലൈവിൽ കണ്ടത്. അപ്പോൾ എന്തായാലും ഇതിനോടനുബന്ധിച്ച് ഇതൊരു ഫിസിക്കൽ അസോൾട്ട്മെന്റ് പോലെയാണ് എല്ലാവർക്കും ഫീൽ ചെയ്തിട്ടുള്ളത്. പ്രേക്ഷകരൊക്കെ ഇതിനെതിരെ കമന്റുകളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും മറ്റു മത്സരാർത്ഥികളും വന്നിട്ട് ജാസ്മിനെതിരെ സംസാരിക്കുന്നുണ്ട്. ഈ സമയത്തൊക്കെ ജാസ്മിൻ മറ്റു മത്സരാർത്ഥികളോട് തർക്കിക്കുന്നതാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എന്തായാലും നാളത്തെ ലാലേട്ടൻ്റെ എപ്പിസോഡിൽ ഇതിന് തീരുമാനമാകുമെന്ന പ്രതീക്ഷയിലായിരിക്കണം എല്ലാ പ്രേക്ഷകരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. എന്തായാലും ഇങ്ങനെ ചെയ്തത് വളരെ അധികം മോശമാണ്. ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ ഫിസിക്കൽ അസോൾട്ട്മെന്റ് നടത്തിയിട്ടും നമ്മുടെ ജിൻഡോയെ ഇത്ര സ്ട്രോങ് ആയിട്ട് അടിച്ചിട്ട് നമ്മുടെ ജിൻഡോ ഒന്നും തന്നെ തിരിച്ച് പ്രതികരിക്കുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും നമ്മുടെ ജിൻഡോ ഒരു ബ്രില്യൻറ്റ് പ്ലെയർ ആണ് എന്നുള്ളത് നമുക്കിതിന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റും. എന്തായാലും ഇങ്ങനെ അടിച്ചതിന് ശേഷം നമ്മുടെ ജിൻഡോ ഒന്നും അറിയാത്ത പോലെ പാവത്താന പോലെ കിടന്നുറങ്ങുന്നതാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. എന്തായാലും മറ്റു മത്സരാർത്ഥികളൊക്കെ ജിൻഡോയുടെ കൂടെയാണ് എന്നുള്ളത് ഈ ഒരു ലൈവ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും. എന്തായാലും ജാസ്മിൻ ചെയ്തത് 100% തെറ്റ് തന്നെയാണ്. അപ്പോൾ എന്തായാലും ജയിൽ നോമിനേഷനിൽ ഇപ്പോൾ ഈ ആഴ്ചത്തേല് നമ്മുടെ ജിൻഡോയും ജാസ്മിനുമാണ്. അപ്പോൾ കമന്റിന് ഈ ലൈവിന് താഴെയായിട്ട് ഒരുപാട് കമന്റുകൾ വരുന്നുണ്ട്. ഗബ്രി ഇല്ലാത്തതിന്റെ ദേഷ്യം തീർത്തതാണ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നാളത്തെ എപ്പിസോഡിൽ ഇതിന് തീരുമാനമാകുമെന്നുള്ളത് 100% ഉറപ്പാണ്. എന്തായാലും ഈ സംഭവത്തോടു കൂടെ ചിലപ്പോൾ ജാസ്മിൻ പുറത്തു പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്നുള്ളതാണ്. ഇനി അവിടെ വെച്ച് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് ജാസ്മിൻ ഇതിനെ ന്യായീകരിച്ച് തള്ളുമോ എന്നുള്ളതും പറയാൻ പറ്റില്ല. എന്തായാലും ജാസ്മിൻ പറയാൻ പോകുന്നത് ഇതായിരിക്കും: ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് തല്ലിയതല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല, സത്യമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാസ്മിൻ പിടിച്ചു നിൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും പുതിയ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.